അദ്ദേഹം നാലാമത് പറഞ്ഞ വിഷയം എന്താ? മൂന്നാമത് പള്ളി പ്രവേശം. സ്ത്രീകൾ പള്ളിയിലേക്ക്, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അയാൾ ആദ്യം പറയുന്നു കേട്ടോ. ഇനി സലഫി പള്ളികളിൽ സ്ത്രീകൾ വരുന്നുണ്ടല്ലോ, ഈ ജമാഅത്തിനൊക്കെ പലതിനും സ്ത്രീകൾ എത്തുന്നുണ്ടല്ലോ. സ്ത്രീകളെ നിർബന്ധിച്ച് സലഫികൾ പള്ളികളിലേക്ക് വിളിക്കാറില്ല. ശരിക്കും പഠിക്കണേ, സലഫികൾ സ്ത്രീകളെ പള്ളിയിലേക്ക് നിർബന്ധിച്ചു വിളിക്കാറില്ല. ഒരു സ്ത്രീക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് കാലഘട്ടത്തിൽ അനിവാര്യമായ ഏറ്റവും ഖൈറായ കാര്യമെങ്കിൽ, കാലഘട്ടത്തിൽ ഖൈറ് നല്ല അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് വീട്ടിൽ ഖൈറ്. കാലഘട്ടത്തിൽ ഖൈറാണെങ്കിൽ എന്തിനാ അങ്ങനെ പറയണം മൗലവി? ഒരു വളച്ചോടിക്ക് നോട്ടുകൾ. കാലഘട്ടത്തിൽ ഖൈറാണെങ്കിൽ, കാലഘട്ടത്തിൽ ഖൈറാണെങ്കിൽ എന്നല്ല അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം, അവർ പള്ളിയിലേക്ക് പോകുന്നതല്ല ഉത്തമം, അവരുടെ വീടാണ് ഖൈറ്. ഇതാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഇയാൾ പറയാ കാലഘട്ടത്തിൽ ഖൈറാണെങ്കിൽ വീട്ടിൽ വെച്ച് നമസ്കരിക്കാം. പുറത്തിറങ്ങിയാൽ ഫിത്നകൾ ഭയപ്പെടുന്ന കാലമാണെങ്കിൽ അവർ വീട്ടിൽ വെച്ചു തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അപ്പോ കാലഘട്ടത്തിൽ ഫിത്നയുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അത് ഞങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ കാലഘട്ടം ഫിത്നയുടെ കാലമാണ്. പെണ്ണ് സ്ത്രീ, ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവളെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു പെണ്ണ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് അടിസ്ഥാനപരമായ നിയമപ്രകാരം അത് കറാഹത്താണ്. അത് കറാഹത്താണ്, സുന്നത്തല്ല. അതേസമയം ഫിത്നയുള്ള സമയത്ത് ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുന്നത് അത് നിഷിദ്ധമാണ്, ഹറാമാ. അത് ഞാനല്ല പറയുന്നത്. ഇതാ നിങ്ങളെ നേതാവ് ആരാണ്? ഷൗക്കാനി. സർവ സലഫികളെയും ലീഡറാണ്. ഇയാള് വഹാബിയാണ്. ഈ ഷൗക്കാനി അദ്ദേഹത്തിന്റെ നൈലുൽ ഔതാർ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ സ്ത്രീ പള്ളിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ട് അവസാനം അയാള് കൊടുത്ത തീരുമാനം എന്താണെന്നറിയോ? അതാ വഖദ് ഹസല മിനൽ അഹാദീസിൽ മദ്കൂറതി ഫീ ഹാദൽ ബാബ്. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പറയപ്പെട്ട ഹദീസുകളിൽ നിന്ന് കരസ്ഥമായിരിക്കുന്നു അന്നൽ ഇദ്ന ലിന്നിസാഇ, സ്ത്രീകൾക്ക് സമ്മതം കൊടുക്കൽ. ആര്? മിനർ റിജാൽ, പുരുഷന്മാർ സ്ത്രീകൾക്ക് സമ്മതം കൊടുക്കൽ. എന്തിനു വേണ്ടി? ഇലൽ മസാജിദി, പള്ളിയിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കൽ. ഇദാ ലം യകുൻ ഫീ ഖുറൂജിഹിന്ന, അവർ പുറപ്പെട്ടു പോകുന്നതിൽ ഇല്ലെങ്കിൽ, മാ യദ്ഉ ഇലൽ ഫിത്നതി, ഫിത്നയിലേക്ക് ക്ഷണിക്കുന്ന ഏതൊരു കാര്യവും ഇല്ല എങ്കിൽ, എന്താണ് നാശത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യം? മിൻ ത്വീബിൻ, സുഗന്ധം, സെന്റ്, അത്തർ പോലെയുള്ള സാധനം, ഔ ഹുലിയിൻ, അല്ലെങ്കിൽ ആഭരണങ്ങൾ, ഔ അയ്യിസീന, അല്ലെങ്കിൽ ഏത് ഭംഗി വേണമെങ്കിൽ ആവട്ടെ, അങ്ങനെയുള്ള അത്തർ തേച്ചിട്ടോ അല്ലെങ്കിൽ ആഭരണം ധരിച്ചിട്ടോ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ടോ അല്ല പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നത് എങ്കിൽ, വാജിബുൻ അല റിജാലി, പുരുഷന്മാർ സമ്മതം കൊടുക്കൽ നിർബന്ധമാണ്. ഇത് അയാളെ വാദാണ്, അയാളെ വാദം. എന്നിട്ട് പറയുന്നു തീർച്ചയായും കാര്യം ലാ യജിബു, അനുവാദം കൊടുക്കൽ നിർബന്ധമില്ല. മഅമാ യദു ഇലാ ദാലിക, ഇത്തരം ഫിത്നകൾ ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ സമ്മതം കൊടുക്കൽ നിർബന്ധമില്ല. മാത്രമല്ല വലാ യജൂസു, സമ്മതം കൊടുക്കൽ ജായിസുമല്ല. പോരാ വയഹ്റുമു അലൈഹിന്ന, ആ സ്ത്രീകൾക്ക് ഹറാമാണ്
നിഷിദ്ധമാണ്. അൽ ഖുറൂജു, അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണ്. ഫിത്നയുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീ പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്നത് നിഷിദ്ധമാണ്, ഹറാമാണെന്ന് ഫത്വ കൊടുത്തത് ഒരു സുന്നി മുസ്ലിയാരല്ല, നിങ്ങളെ മൗലവിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കൈകെട്ടുന്ന ഒരു കോലം, ഇങ്ങനെ കൈകെട്ടണമെന്ന് ലോകത്ത് ആദ്യമായി പഠിപ്പിച്ച ചങ്ങായി ഈ മനുഷ്യനാണ്, ഈ മിസ്റ്റർ ഷൗക്കാനിയാണ്. ഇയാളാണ് ഇങ്ങനെ കൈകെട്ടണമെന്ന് പഠിപ്പിച്ച ആ ഇങ്ങനെ കൈകെട്ടണമെന്ന് പഠിപ്പിച്ച മനുഷ്യനാണ് ഷൗക്കാനി. ആ ഷൗക്കാനി പോലും പറയുന്നു, സ്ത്രീകൾ ഫിത്നയുള്ള കാലത്ത് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നത് ഹറാമാണ്. ഇനി ഫിത്ന ഉണ്ടോ ഇല്ലേ നമ്മൾ നോക്കാം, അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഇത് സലഫികളുടെ പത്രം പവിത്ര സന്ദേശ, എപ്പോഴത്തെ 2012. ഇപ്പൊ വേറെ പുതിയ വഹി വന്നോ ഇല്ലെന്നറിയില്ല. ഏതിരുന്നാലും 2012 പത്രത്തിൽ അവർ എഴുതി വന്നു, ನಾವಿಂದು ಬದುಕುತ್ತಿರುವುದು ಫಿತ್ನ ತುಂಬಿದ ಲೋಕದಲ್ಲಾಗಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ. ಎತ್ತ ನೋಡಿದರೂ ಫಿತ್ನವೇ ಕಾಣುತ್ತಿರುತ್ತದೆ. ഇന്ന് ഫിത്ന പിടിച്ച കാലമാണ്, എവിടെ നോക്കിയാലും ഫിത്നയാണ്. എഴുതി വെച്ചത് നിങ്ങളെ പത്രത്തിലാണ്. ഇങ്ങനെ ഫിത്നയുള്ള കാലഘട്ടത്തിൽ സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് എഴുതിയതും നിങ്ങൾ തന്നെയാണ്. ഞങ്ങളെ മേലെന്തിനാ കുതിര കയറുന്നത്? നിങ്ങളെ മൗലവിമാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹറാമാണ്. എന്നിട്ട് സുന്നികളെ മേലെ കുതിര കയറാ. സുന്നികൾ മുസ്ലിയാക്കന്മാരെ ഹറാമാക്കി, മുസ്ലിയാക്കന്മാരെ ഹറാമാക്കി എന്ന് പറയണ്ട. ഷൗക്കാനിന്റെ ഖബറിന്റെ മാന്തിട്ട് അയാളെ കോളർ പിടിക്കും. പോയി അയാൾ എവിടെങ്കിലും ഖബർ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഖബറിനെ മാന്തി അയാളെ മയ്യത്തിന്റെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അവിടെ പോയി പിടിക്കും. ഇനിയോ ഇത് ആർദാ എല്ലാം നിങ്ങളെ പുസ്തകങ്ങളെ കൊണ്ട് തന്നെയാണ് തെളിയിക്കുന്നത്. ഇത് സർവ വഹാബികളുടെയും ഒരു പുസ്തകമാണ്. അൽ വജീസ് കർമ്മശാസ്ത്ര സംഗ്രാം. ഇതാരക്കിയതറിയോ? UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. അപ്പൊ സലഫികൾ ഗൾഫിൽ ഇറക്കിയതാ എന്നാണ് ഇതിലൊരു അധ്യായം കാണാം. ഒരു അധ്യായം തന്നെ, സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം. സ്ത്രീകൾക്ക് വീട് തന്നെ ഉത്തമം, പെണ്ണുങ്ങൾക്ക് വീടാണ് നല്ലത്. എന്നിട്ട് തെളിവ് കൊടുക്കുന്ന ഹദീസ്, പള്ളിയിൽ നമസ്കരിക്കാമെങ്കിലും വീട് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തമം. ഉമ്മു ഹുമൈദ് അസ്സായിദി എന്ന സ്ത്രീ പ്രവാചക സന്നിധിയിൽ വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, താങ്കളുടെ കൂടെ നിസ്കരിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഉമ്മു ഹുമൈദിന് സായിദി എന്ന് പറയുന്ന ഒരു സ്ത്രീ അതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ ബാക്കിൽ നിന്ന് നിസ്കരിക്കാൻ എനിക്ക് പൂതിയുണ്ട് നബിയേ. ഏത് പള്ളിയിലെ നിസ്കാരമാ? ഒരു റകഅത്തിന് 1000 റകഅത്തിന്റെ കൂലിയുള്ള മദീനത്തെ പള്ളി. ആ പള്ളിയിലെ ഇമാമാരാ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മഅ്മൂമീങ്ങളാരാ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. അതേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ, അല്ലാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ മുഹാജിറുകളും അൻസാറുകളുമാകുന്ന മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള മഹാന്മാർ മഅ്മൂമായി നിസ്കരിക്കുന്ന നിസ്കാരമാ. ഇങ്ങനെ ഒരു നിസ്കാരം ലോകത്ത് കിട്ടാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖിനെ തങ്ങളെ പോലെയുള്ള മഹാന്മാർ മഅ്മൂമീങ്ങളായി ആ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം പോലെയുള്ള ഒരു നിസ്കാരം ഈ ലോകത്ത് വേറെയുണ്ടോ? അങ്ങനെ ഒരു നിസ്കാരം
1000 കോടി ഉറുപ്പിക കൊടുത്താലും കിട്ടൂല. ആ പള്ളിയിൽ വന്നിട്ടാ റസൂലുള്ളാഹി തങ്ങളോട് മുഹമ്മദ് സായിദി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയേ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ എനിക്ക് സമ്മതം തരണേ നബിയേ. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കിക്കൂടെ? എന്തേ സമ്മതം ചോദിക്കുന്നു? ആണുങ്ങൾ ആരെങ്കിലും വന്നിട്ട് റസൂലുള്ളാഹിയോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ? നബിയേ അങ്ങയുടെ കൂടെ തങ്ങളെ കൂടെ മഅ്മൂമായി നിസ്കരിക്കാൻ എനിക്ക് സമ്മതം തരണേ നബിയേ എന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അന്ന് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നത് പതിവാണ്, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന പതിവില്ലാത്തത് കൊണ്ട് മുഹമ്മദ് സായിദി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ എനിക്കൊന്ന് ചാൻസ് തരണം, ഒരു അനുവാദം തരണം നബിയേ. ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിയില്ലേ അല്ലേ? സമ്മതം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ പെണ്ണുങ്ങൾ പള്ളിക്ക് വരുന്നില്ല എന്നല്ലേ അർത്ഥം? ആണുങ്ങൾ ആരെങ്കിലും സമ്മതം ചോദിച്ചോ നബിയോട്, നബിയേ തങ്ങളെ കൂടെ ഒന്ന് മഅ്മൂമായി നിസ്കരിക്കാൻ ഒന്ന് അനുവാദം തരണോ എന്ന് ഏതെങ്കിലും സ്വഹാബി ചോദിച്ചത് തെളിയിക്കാൻ കഴിയോ മഹൗലവിമാരെ നിങ്ങൾക്ക്? അപ്പൊ ഈ സ്ത്രീ വന്ന് സമ്മതം ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ? അവിടെ പള്ളിയിലേക്ക് ആണുങ്ങളാണ് മാത്രമാണ് പോകുന്നത്, പെണ്ണുങ്ങൾ പോകില്ല. അല്ലെങ്കിൽ സമ്മതം ചോദിക്കണോ? അല്ലെങ്കിൽ അനുവാദം ചോദിക്കണോ? ഏത് മന്ദബുദ്ധിക്കും തിരിയുന്ന കാര്യമല്ലേ? അങ്ങനെ സമ്മതം ചോദിച്ചപ്പോ ഇത്രക്കും വലിയ ബഹുമാനമുള്ള ഈ ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മോളെ നല്ല കാര്യല്ലേ ജമാഅത്തിന് വരുന്നത്, സമ്മതം ചോദിക്കണം എന്നല്ലേ പറയേണ്ടത്? അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞത് എന്താ? ഇത് ഞാൻ അവർ തന്നെ എഴുതി വെച്ച പരിഭാഷയാണ് വായിക്കുന്നത്. അതാ നബി തങ്ങൾ പറയുന്നു, നിനക്ക് എന്റെ കൂടെ നമസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്നത് എനിക്കറിയാം, എന്റെ കൂടെ മഅ്മൂമായി നിസ്കരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും നിനക്ക് നിന്റെ വീട്ടിലുള്ള നമസ്കാരമാണ് നിന്റെ പള്ളിയിലുള്ള നമസ്കാരത്തെക്കാളും ഉത്തമം. അതിലേറെ ഉത്തമമാകുന്നു വീടിനകത്തെ നിന്റെ റൂമിൽ വെച്ചുള്ള നമസ്കാരം. നിങ്ങളുടെ അടുത്തുള്ള പള്ളിയിലുള്ള നമസ്കാരമാകുന്നു എന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതിലേറെ ഉത്തമം. അതേ, നിന്റെ വീട്ടിന്റെ ഉള്ളിലെ റൂമുണ്ടല്ലോ, ആ റൂമിന്റെ ഉള്ളിൽ മറ്റൊരു ഉൾമുറി ഉണ്ടാക്കിയിട്ട്, റൂമിന്റെ ഉള്ളിൽ മറ്റൊരു ഉൾമുറി ഉണ്ടാക്കിയിട്ട് ആ ഉള്ളിന്റെ മുറിയിലുള്ള ഉള്ളിലെ മുറിയിൽ നിസ്കരിക്കുന്നത് എനിക്ക് ഏറ്റവും ഖൈറാണ് മോളെ. മുഹമ്മദ് സായിദി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുന്നു, മോളെ നീ പള്ളിക്ക് വാന്നല്ല പറഞ്ഞത്. ഇത് എപ്പോഴാ പറഞ്ഞത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ജീവിക്കുമ്പോ. അന്ന് ഫിത്നയുള്ള കാലമാണോ? അല്ല. അന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിലേക്ക് വന്നാൽ ആ പെണ്ണിനെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അന്ന് പള്ളിയിലുണ്ടോ? ഇല്ല. എങ്കിലും അതുപോലെ തന്നെ എങ്കിൽ കണ്ണ് എന്തെങ്കിലും ചിലപ്പോ ചിമ്മി നോക്കുന്ന ഒരു നോട്ടം, ആ നോട്ടം നോക്കുന്നവർ അന്നില്ല. അന്ന് പള്ളിയിലുള്ളത് സ്വഹാബത്തുൽ കിറാമാണ്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബത്തുൽ കിറാമാണെന്ന് പള്ളിയിലുള്ളത്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ വരണ്ട, നിന്റെ വീട്ടിന്റെ അകത്തുള്ള മുറി, അതിന്റെ ഉള്ളിൽ ഒരു മുറി ഉണ്ടാക്കി അതിൽ നിസ്കരിച്ചോ. എന്നിട്ട് എന്താ ചെയ്തതറിയോ? ആ പെണ്ണുങ്ങൾ എന്താ ചെയ്തറിയോ? വീട്ടിന്റെ ഉള്ളിൽ ഒരു മുറി റൂമിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക മുറി ഉണ്ടാക്കി, ആ മുറിനെ ഇരുട്ടാക്കി. എന്നിട്ട് അവിടെയാണ് മരണം വരെ മുഹമ്മദ് സായിദി റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. ഇതാണ് സ്വഹാബത്തിന്റെ മാതൃക. ഇതാണ് സ്വഹാബത്തിന്റെ മാതൃക. ഇത് 1400 കൊല്ലം മുമ്പ് അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ചിരിക്കുമ്പോ ഈ മൗലവി വന്നിട്ട് ഈ എല്ലാ പെണ്ണുങ്ങളെ റോട്ടിലിറക്കണോ? ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകണോ? അതിന് വേണ്ടി പണിയെടുക്കുക. എന്നാൽ ഇങ്ങനെ പള്ളി കൊണ്ടുപോകുന്നത് ഹറാമാണെന്നാണ്, ഇത് ഹറാമാണെന്ന് ഫത്വ. അതാ
മഹാന്മാരാകുന്ന അയിമ്മത്ത് കൊടുത്തിട്ടുണ്ട്. അതാ ഇമാം തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിഫായത്തുൽ അഖിയാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണെന്നറിയോ? ഹിജ്റ 8-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഏകദേശം 600 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 500-600 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലാഹ് പറയുന്നു, നിർബന്ധമാണ്, അൽ ഖത്ഉ വർപ്പിച്ച് പറയൽ നിർബന്ധമാണ്, ഫീ സമാനിനാ നമ്മുടെ ഈ കാലഘട്ടത്തിൽ. ഏത് കാലഘട്ടം? 2023 24 അല്ല പറയുന്നത്, 2023 24 അല്ല പറയുന്നത്, 500 കൊല്ലങ്ങൾക്ക് മുമ്പ്. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനവർകൾ പറയുന്നു, ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ്, ഉറപ്പിച്ചു പറയൽ നിർബന്ധമാണ്, ബിതഹരീമി ഖുറൂജി ശാബാതി വദവാതിൽ ഹൈഹാ വദവാതിൽ ഹൈആത്. യുവതികളാകുന്ന സ്ത്രീകളും ഭംഗിയുള്ള സ്ത്രീകളും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുന്നത് ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയൽ നിർബന്ധമാ. എന്തുകൊണ്ട്? ബികസ്റത്തിൽ ഫസാദ്. ഇന്ന് ഫസാദ് അധികരിച്ച കാലമാണ്. 500 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്നത്തെ കാലം, ഈ ന്യൂ ജനറേഷന്റെ കാലം, സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു ലക്കുലകാമില്ലാത്ത ഈ കാലഘട്ടത്തിൽ, ഒരു പിടുത്തമില്ലാത്ത സുബ്ഹാന ജല്ല ജലാലുഹു ഈ കാലഘട്ടത്തിൽ പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് പറയുന്ന വിഷയത്തിൽ മഹാനവറുകൾ പറയുന്നു, ഈ വിഷയത്തിൽ അഥവാ പെണ്ണ് പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ ഹറാമാണെന്ന വിഷയത്തിൽ ഒരിക്കലും സംശയം പ്രകടിപ്പിക്കൂല, അല്ലെങ്കിൽ അതിനെ എതിർക്കൂല. ആരല്ലാതെ? ഇല്ലാ ഗബിയുൻ, പൊട്ടനല്ലാതെ, വിവരദോഷിയല്ലാതെ ഈ വിഷയത്തിൽ ഒരിക്കലും ഈ സംശയം പ്രകടിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഇതിനെ എതിർക്കുകയില്ല. ഇല്ല ഗബിയല്ലാതെ, പൊട്ടനല്ലാതെ ഇതിനെ എതിർക്കുകയില്ലെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രക്കും വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂല് പെണ്ണ് പള്ളിയിൽ പോകാതെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിരിക്കുമ്പോ, മാത്രമല്ല 500 കൊല്ലങ്ങൾക്ക് മുമ്പേ മഹാന്മാരായ ഇമാമിയങ്ങൾ അവരെ ഗ്രന്ഥങ്ങളിൽ ഇത് ഹറാമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോ, ഈ മൗലവി വന്നിട്ട് പറയാ, ഇന്ന് പെണ്ണുങ്ങള് കോളേജിൽ പോകുന്നില്ലേ, ഷോപ്പിൽ പോകുന്നില്ലേ, മറ്റിടത്ത് പോകുന്നില്ലേ? സുബ്ഹാന ജല്ല ജലാലുഹു, ഇതിനെന്തൊരു വിവരക്കേടുന്നാ പറയുന്നത്. പെണ്ണുങ്ങൾ ആവശ്യത്തിന് വേണ്ടി അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങാം, അത് പരിശുദ്ധ ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. നിസ്കാരവും മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി പോകുന്നതും ഒരുപോലെയല്ല. നിസ്കാരം എന്ന് പറയുന്നത് 5 വട്ടം ദിവസത്തിൽ പോകേണ്ടതാ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മഗ്‌രിബിനും ഇശാഇനും ഇങ്ങനെ ദിവസത്തിൽ 5 വട്ടം പോകേണ്ട ഒരു സംഗതിയാ. ആവശ്യത്തിന് പോകുന്ന ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ 5 വട്ടം പോകലല്ല, അത് എപ്പോഴെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകും. ആ പോകുന്നതും ഇത് രണ്ടും ഒരുപോലെയാ. ഇനി ആവശ്യമില്ലാതെ അനാവശ്യമായ ആരെങ്കിലും പെണ്ണുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതെങ്കിലും പെൺകുട്ടികൾ മാളിൽ പോയി തുള്ളിക്കളിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് പാടുണ്ടെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഔറത്ത് മറക്കാതെ ഫർദ ധരിക്കാതെ ഏതെങ്കിലും സ്ത്രീകൾ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് നമ്മളാരും ഉത്തരവാദികളല്ല, അത് തെറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. അനാവശ്യമായ നിലയ്ക്ക് ഒരിക്കലും ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമാണ്. ഇത് പറയുമ്പോ നിങ്ങൾ പെണ്ണുങ്ങൾ അവിടെ പോകുന്നില്ലേ, ഓട്ടോറിക്ഷയിൽ പോകുന്നില്ലേ, ഓട്ടോറിക്ഷയിൽ ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉപ്പാന്റെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അതൊക്കെയാണോ തെളിവ്? പറയുന്നിട്ടില്ലേ? സാധാരണക്കാർ ചിന്തിക്കുന്നതിന് വേണ്ടി
ഒരു ഹദീസ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. ആര്? മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അവർ വരുമായിരുന്നു. റസൂലുള്ളാന്റെ കൂടെ അവരും ഹാജരാകുമായിരുന്നു. എന്തിനാ റസൂലുള്ളാന്റെ കൂടെ അവർ വരുന്നത്? റസൂലുള്ള നിൽക്കുന്ന പള്ളിയിലേക്ക് അവർ വരുന്നത് എന്തിനാ വരുന്നത്? സ്വലാത്തൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന്. ളുഹർ വെളിച്ചത്തിലാണ്, അസർ നല്ല വെളിച്ചത്തിലാണ്, സൂര്യൻ അസ്തമിച്ച ഉടനെയാണ് മഗ്രിബ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇശാ. സുബ്ഹി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. ആ സുബ്ഹിക്ക് പോലും അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ റസൂലുള്ളാന്റെ കൂടെ നിസ്കരിക്കാൻ സുബ്ഹിക്ക് ജമാഅത്തിന് പോലും സ്ത്രീകൾ വരാറുണ്ട്. എങ്ങനെയാണ് വരാറുള്ളത്? ഹദീസിൽ പറയാ, മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന. എങ്ങനെ? മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന. മാത്രമല്ല, സുമ്മ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന. അവർ മൂടി പുതച്ചുകൊണ്ടുവരും. നമസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. പിന്നെ ഹീന യഖ്ളീന സ്വലാത്ത. നോക്ക് നിങ്ങള്, കൃത്യമായി വിശദീകരിക്കുകയാണ്. അവർ മൂടി പുതച്ചിട്ടാണ് വരിക. അവർ നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. മാത്രമല്ല, അവർ പോകുന്ന സമയം ഇരുട്ടായതുകൊണ്ട് ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ടുകൊണ്ട് ആരാണ് പോകുന്നതെന്ന് അറിയുമായിരുന്നില്ല. അപ്പോ സ്വഹാബത്ത് അല്ലെങ്കിൽ മുഅ്മിനത്തുകളായ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു. ഇതാണ് ഇപ്പൊ തെളിവ്. ഈ മൗലവി വിചാരിച്ചത് ഇത് നമ്മൾ ആരും കാണാത്ത ഒരു ഹദീസാണ്. എന്നാൽ മൗലവിമാരെ ഇതൊക്കെ എപ്പോഴാ നടന്നത്? ഇത് എപ്പോഴാ നടന്നത്? അതാ മഹാന്മാര് വിശദീകരിക്കുന്നു. മഹാനായ ഇമാം ഇബ്ൻ ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിലും, അതുപോലെ ഇമാം കാസാനി റഹിമഹുല്ലാഹ് ബദായുസ് സനായിലും, ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ റാസിയിലും ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. എപ്പോഴാണിത്? കാനദാലിക ഫിൽ ഇബ്തിദാ, ഇത് ഇസ്ലാമിന്റെ തുടക്കത്തിലായിരുന്നു. ഹീന കുന്നൻ നിസാഉ യഹ്ദുർനൽ ജമാഅത്ത്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിരുന്നു. ആ പള്ളിയിൽ വന്ന കാലത്തിലാണ് ഇതൊക്കെ നടന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ പലതും ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് കള്ളു കുടിച്ചിട്ടില്ലേ സ്വഹാബത്ത് എന്ന ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ആ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ മൗലവിമാരെ നിങ്ങൾ തയ്യാറാണോ? ഇസ്ലാമിന്റെ തുടക്കത്തിൽ കള്ള് ഹലാലായിരുന്നില്ലേ? പിന്നീടല്ലേ കള്ള് നിഷിദ്ധമായത്? അതും പല ഘട്ടങ്ങളിലായിട്ടല്ലേ ഹറാമായത്? എന്നാൽ ഇസ്ലാമിന്റെ തുടക്കത്തിൽ സ്വഹാബത്ത് കള്ളു കുടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇന്ന് കള്ളു കുടിക്കാൻ മൗലവിമാർ റെഡിയാണോ? അതുപോലെ ഇസ്ലാമിന്റെ തുടക്കത്തിൽ കാനത്തുൽ കിലാബു തുഖബിലു വതുദ്ബിറു ഫിൽ മസാജിദി, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നായികൾ പള്ളിയിൽ വന്നിരുന്നു. നാളെ മുതൽ പെണ്ണ് വഹാബി വരുമ്പോ ഒരു കയ്യിൽ ഭാര്യന്റെ കൈ, മറ്റൊരു കയ്യിൽ നായിന്റെ ഒരു പള്ളിയും. വലത്തെ കയ്യിൽ ഭാര്യന്റെ കൈ, ഇടത്തെ കയ്യിൽ നായിന്റെ ഒരു കയറ്. അങ്ങനെ ഒരു കയ്യിൽ നായും മറ്റൊരു കയ്യിൽ ഭാര്യയും കൂട്ടിയിട്ട് പള്ളിക്ക് പോകും. കാരണം ഇസ്ലാമിന്റെ തുടക്കത്തിൽ നായ്ക്കളും പള്ളിക്ക് വന്നിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വഹാബത്ത് കള്ളു കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കള്ളും കുടിച്ചിട്ട് രണ്ടാള് കള്ളും കുടിച്ച് കൈയും പിടിച്ച് ഒരു കയ്യിൽ നായും പിടിച്ചിട്ട് വരുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ നല്ല രസകരമായ രംഗമായിരിക്കും. ഒരു ക്വാർട്ടർ അടിച്ചിട്ട് ഒരു 250 ml ഒരു കല്ലും കുടിച്ച് മൗലവിയും മൗലവിച്ചും ഒരു കയ്യിൽ നായും.
എന്തേ മൗലവിമാരെ ചെയ്തുകൂടെ നിങ്ങൾ? ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാ. ആ സംഭവങ്ങൾ പിടിച്ചിട്ടാണോ പെണ്ണിനെ പള്ളി കൊണ്ടുപോകേണ്ടത്? ഒരു വിചാരിച്ചത് ഈ ബുഖാരിന്റെ ഒരു ഹദീസ് ഞങ്ങളാരും കാണാത്തതാണ്. ഈ ഹദീസൊക്കെ കണ്ടിട്ടാണ് ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങളെ ശൗക്കാനി പോലും പറഞ്ഞില്ലേ, ഫിത്നയുള്ള ഇത്തരം കാലഘട്ടങ്ങളിൽ പെണ്ണ് പള്ളിക്ക് പോകുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. ഇനി അദ്ദേഹം പറഞ്ഞതോ